തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 50 നോമ്പിലെ 50 ചിന്തകൾ. ദൈവത്തിന് 2 മുഖമുണ്ട്. ഒന്ന് കരുണയുടെ മുഖം, 2 സ്നേഹത്തിൻ്റെ മുഖം. നമ്മളെപ്പോഴും ഈ മുഖങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമൊക്കെ. എന്താണ് ദൈവത്തിൻ്റെ ഈ മുഖങ്ങൾ എന്ന് പറയുന്നത്? മിക്ക പ്രവാചകൻ പറയുന്നത് അപരാധങ്ങൾ പൊറുക്കുന്നവനും അതിക്രമങ്ങൾ ക്ഷമിക്കുന്നവനുമായ ദൈവം. അപ്പോൾ കരുണയുടെ മുഖമുണ്ട്, സ്നേഹത്തിൻ്റെ മുഖമുണ്ട്. ഹി പാർഡൻസ് സിൻ ആൻഡ് ഫോർഗീവ് ദി ട്രാൻസ്ഗ്രഷൻ ഓഫ് ദി റെമിനന്റ്. അതാണ് ദൈവം, ഒരു കരുണയുടെ മുഖമുള്ള ദൈവം, സ്നേഹത്തിൻ്റെ മുഖമുള്ള ദൈവം. എന്താണ് ദൈവത്തിൻ്റെ ഛായ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് സ്നേഹവും കരുണയും എന്നാണ്. സ്നേഹിക്കുന്നിടത്ത് ദൈവമുണ്ട്, കരുണ കാണിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങൾ അതാണ്. ഈ ദൈവത്തിൻ്റെ മുഖം പേറുന്നവരായ ക്രൈസ്തവരായ നമ്മളെല്ലാവരും ഈ കരുണയുടെ മുഖവും ഈ സ്നേഹത്തിൻ്റെ മുഖവും പേറുന്നവരായി മാറുക എന്നുള്ളത്. മിഖായുടെ പുസ്തകം 7-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് ഇതാണ്. അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. മിഖാ പ്രവാചകനിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. ഡിലൈറ്റ് ടു ഷോ മേഴ്സി. ഈ മേഴ്സി, കാരുണ്യം, കാരുണ, അത് മറ്റുള്ളവരോട് കാണിക്കാൻ കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ മുഖമാണ്. ഞാൻ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ മുഖം. മദർ തെരേസയെ കുറിച്ച് നമ്മൾ പറയുന്നതാണല്ലോ, ദൈവത്തിൻ്റെ മുഖം പേറുന്നവൾ എന്നാണ് പലപ്പോഴും മദർ തെരേസയെ കുറിച്ച് പറയുക. എന്ന് വെച്ചാൽ കരുണയുടെ മുഖമുണ്ട്, സ്നേഹത്തിൻ്റെ മുഖമുണ്ട്, ക്ഷമയുടെ മുഖമുണ്ട്. ഒരുപക്ഷെ വിശുദ്ധ ജോൺ ഗിൽബർട്ടിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാം. അദ്ദേഹം വിശുദ്ധനായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാൽ കൊല്ലപ്പെട്ടു. ജോൺ ഗിൽബർട്ടിന്റെ മനസ്സിന് മുഴുവൻ പ്രതികാരമാണ്. സഹോദരനെ കൊന്നവനോ കൊല്ലണം. അയാളെ തേടിയാണ് ജോൺ ഗിൽബർട്ടിന്റെ യാത്ര മുഴുവൻ. എവിടെ വെച്ച് കണ്ടാലും കൊല്ലാൻ തന്നെ തയ്യാറായാണ് ജോൺ ഗിൽബർട്ട് നടക്കുന്നത്. അങ്ങനെ ഒരു ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്കിടയിൽ സഹോദരനെ വധിച്ച ഘാതകനെ ജോൺ ഗിൽബർട്ട് കാണുകയാണ്. അപ്പോൾ ആ വ്യക്തി ജോൺ ഗിൽബർട്ടിനോട് പറഞ്ഞു, കൊല്ലാൻ വരുന്നവനാണ് ജോൺ ഗിൽബർട്ട്. ഗിൽബർട്ടിനോട് പറഞ്ഞു, ഇന്ന് കുരിശിലേറി മരിച്ച ക്രിസ്തുവിനെ പ്രതി ഇന്ന് എന്നെ വധിക്കരുത്. ഇന്ന് കുരിശിലേറി മരിച്ച യേശു ക്രിസ്തുവിനെ പ്രതി ഇന്ന് നീ എന്നെ വധിക്കരുത്, നാളെ നിനക്ക് വധിക്കാം. അത് ജോൺ ഗിൽബർട്ടിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ഇന്ന് നമുക്കായി മരിച്ച യേശുവിനെ പ്രതി നീ എന്നെ വധിക്കരുത്, നാളെ നിനക്ക് വധിക്കാം. ഗിൽബർട്ട് പള്ളിയിൽ നിന്നിറങ്ങി. അങ്ങനെ ഈ വാക്കുകളെ ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇന്ന് കുരിശിലേറി മരിച്ച യേശു ക്രിസ്തുവിനെ പ്രതി എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് പോവാൻ അടുത്ത് കണ്ട ഒരു ആശ്രമത്തിലേക്ക് ജോൺ ഗിൽബർട്ട് കയറുന്നു. ആ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രമത്തിൽ അംഗമാകുന്നു, വൈദികനാകുന്നു. 1073 അദ്ദേഹം മരിക്കുന്നു. പിന്നീട് സഭ അദ്ദേഹത്തെ
വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. പ്രതികാരത്തിൻ്റെ മുഖത്തിൽ നിന്ന് കരുണയുടെ മുഖത്തിലേക്കുള്ള ജോൺ ഗിൽബർട്ടിൻ്റെ ഒരു യാത്രയുണ്ട്. കരുണയും സ്നേഹവും അതാണ്. ഇത് നമ്മിൽ ആർജിക്കുവാനാണ് നോമ്പുകാലം നമ്മോട് പറയുക. മിക്ക 7:19 പറയുന്നത് അവിടുന്ന് എപ്പോഴും കരുണ ആഗ്രഹിക്കുന്നവനാണ്. നമ്മോടൊക്കെ കരുണ ചോദിച്ചു വാങ്ങുന്നവനാണ് ദൈവം. ഈ കരുണ കാണിക്കണമെന്ന് പറയുന്നവനാണ്. തുടർന്ന് പറയുന്നത് അകൃത്യങ്ങളെ ചവിട്ടി മെതിക്കുക, ട്രെഡ് അവർ സിൻസ് അണ്ടർ ഫൂട്ട്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഈ പ്രതികാര ചിന്തകൾ പോലെയുള്ള എല്ലാ അകൃത്യങ്ങളെയും നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ച് നീക്കപ്പെടണം. നമ്മുടെ കാൽപാദത്തിങ്കൽ അടിച്ചമർത്തപ്പെടണമെന്നാണ് പറയുന്നത്. അതില്ലാതിരിക്കുക, അതാണ് ഷോർട്ട് നമ്മോട് പറയുന്നത്. വീണ്ടും പറയുന്നു, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. hurl all our sins into the depth of the sea. ആഴിയുടെ അഗാധങ്ങളിലേക്കെല്ലാം തൂത്തെറിയും. കാരണം ദൈവത്തിങ്കിലേക്ക് നടന്നു വരുന്നവൻ്റെ എല്ലാ പാപങ്ങളും എടുത്തെറിയപ്പെടും. അതാണ് ദൈവത്തിൻ്റെ കരുണ, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒരു ഭക്തിഗാനം രചിക്കാനിടവന്നു. അത് സംഗീതം നൽകി പ്രശസ്ത ഗായകൻ കെസ്റ്ററാണ് അത് ആലപിച്ചത്. ഞാൻ എൻ്റെ യൂട്യൂബിൽ അത് ഇട്ടിട്ടുണ്ട്. എൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഭൂമിയിൽ ആഴിയിൽ എത്ര കോടി ജലഗണങ്ങളുണ്ടോ, ഭൂമിയിൽ എത്ര കോടി മൺതരികളുണ്ടോ, വാനതിൽ എത്ര കോടി താരകങ്ങളുണ്ടോ, അത്രയേറെ കരുണ, അതിനേക്കാൾ അധികമായി കരുണയും സ്നേഹവും ഉള്ളവനാണ് ദൈവം. ആഴിയിൽ എത്ര കോടി ജലഗണങ്ങളുണ്ടോ, ഭൂമിയിൽ എത്ര കോടി മൺതരികളുണ്ടോ, വാനതിൽ എത്ര കോടി താരകങ്ങളുണ്ടോ, നമുക്ക് എണ്ണാൻ പറ്റൂ. ആഴിയിലെ കടലിലെ വെള്ളം നമുക്ക് അളക്കാൻ പറ്റും. ഭൂമിയിലെ മൺതരി നമുക്ക് എണ്ണാൻ സാധിക്കും. ആകാശത്തെ നക്ഷത്രങ്ങൾ നമുക്കൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്താനാവില്ല. അതിനേക്കാളൊക്കെ അധികമായി ദൈവത്തിൻ്റെ കരുണ നമ്മിലുണ്ട്. അപ്പോൾ ദൈവം കരുണയുടെയും സ്നേഹത്തിൻ്റെയും മുഖമുള്ളത്. ആ ദൈവത്തെ സ്നേഹിക്കുന്ന ക്രൈസ്തവരായ നാം ഓരോരുത്തരും ഈ കരുണയുടെയും ഈ സ്നേഹത്തിൻ്റെയും മുഖം പേറുന്നവരായി മാറണമെന്നാണ് നോമ്പുകാലം നമ്മോട് പഠിപ്പിക്കുന്നത്. അങ്ങനെയാകണം. അങ്ങനെ ഈ നോമ്പുകാലം നമുക്ക് ഫലദായകമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.